ഇനി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ചെക്ക് ലിസ്റ്റ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാര്യങ്ങളാണ്. ഒരു വലിയ മിസ്റ്റേക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് ആ ഹാൾ ടിക്കറ്റിന്റെ പ്രിന്റ് എന്ന് മാത്രമേ ഉള്ളൂ. കളർ തന്നെ ആവണം എന്ന് നിർബന്ധമില്ല. കളർ തന്നെ ആവണം എന്നില്ല, വളരെ നിർബന്ധമില്ല. ആ സ്ലൈഡ് ഞാൻ ഒഴിവാക്കിയിട്ട് കേട്ടോ. ഹാൾ ടിക്കറ്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് അബൌട്ട് ഹാൾ ടിക്കറ്റ്. അത് മാത്രം മുന്നോട്ടേക്ക് പോകാം. വെരി ഇമ്പോർട്ടൻറ്റ് തിങ്സ് അബൌട്ട് ഹാൾ ടിക്കറ്റ്, പ്ലീസ് നോട്ട് ഡൗൺ. എനി പ്രിന്റ് ഔട്ട് ഈസ് ഓക്കെ എന്ന് പറഞ്ഞാൽ കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് ഓക്കെ. കളർ ഓർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഈസ് ഓക്കെ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ട് ഈസ് ഓക്കെ, വെരി മച്ച് ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഫോട്ടോയിലുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം സെയിം ഫോട്ടോ ആവുക എന്നുള്ളതാണ്. സെയിം ഫോട്ടോ നമ്മൾ ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള സെയിം ഫോട്ടോ ആവുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ ഫോട്ടോസിൽ നമുക്ക് 2 ഫോട്ടോസ് ഒട്ടിക്കാനുണ്ട്. ആ 2 ഫോട്ടോസിന്റെ കാര്യം, ഒന്നാമത്തെ ഫോട്ടോന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. പിന്നെ ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കാനുണ്ട്. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇഞ്ച് 6 ഇഞ്ച് ഉയരവും 4 ഇഞ്ച് വീതിയുള്ള ഒരു സാധനമാണ്. അത് സ്പെഷ്യലായിട്ട് സ്റ്റുഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് എടുത്തു തരുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതാണ് ഇത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ കളർ പ്രിന്റ് ഔട്ടും ആവാം. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എക്സാം ഹാളിന്റെ കാര്യത്തിലേക്ക് എന്താ പറയുക, ഹാൾ ടിക്കറ്റിന്റെ കാര്യത്തിലുള്ള കാര്യമാണ്. കളർ പ്രിന്റ് ഔട്ടും കൊണ്ടുപോകാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ഔട്ടും കൊണ്ടുപോകാം, കുഴപ്പമില്ല. ഫോട്ടോ എക്സാം ആപ്ലിക്കേഷനിൽ അയച്ച സെയിം ആവുക എന്നുള്ളതാണ് പ്രത്യേകത. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും വേണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും ചോദിക്കാറുള്ള കാര്യമാണ്. ഇതിനകത്ത് നെയിം, ഫോട്ടോ എടുത്ത ഡേറ്റ് അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് പോലെയുള്ള കാര്യങ്ങൾ വേണമെന്നോ വേണ്ടെന്നോ യൂഷ്വലി പറയാറില്ല. അതായത് നിങ്ങളുടെ ഫോട്ടോയിൽ പേരുണ്ടെങ്കിൽ പേരില്ലെങ്കിൽ കുഴപ്പമില്ല, ഡേറ്റ് ഉണ്ടെങ്കിലും ഡേറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് കുഴപ്പമില്ല എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം ഉള്ള ഫോട്ടോയിൽ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടോ, ഉണ്ടെങ്കിലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമാക്കണ്ട. അത് ഡേറ്റ് ഓഫ് ബർത്ത് ഉള്ളത് തന്നെ വേണം, ഇല്ലാത്തത് തന്നെ വേണം എന്നുള്ളൊരു മാൻഡേറ്റ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം. ഫോട്ടോ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ സെയിം ഫോട്ടോ ആവുക എന്നുള്ളതാണ് കാര്യമുള്ളത്. അപ്പോൾ ഹാൾ ടിക്കറ്റിൽ ഒട്ടിക്കേണ്ടത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയോ ഒട്ടിക്കണം, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ആയി വരുമ്പോൾ ചിലപ്പോൾ ഈ ഫോട്ടോ ഒട്ടിക്കേണ്ട കോളത്തിന്റെ സൈസ് മിസ്മാച്ച് വരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര വലിയ ഫോട്ടോ ആണ് ഒട്ടിക്കാനുള്ളത്, കോളം ചിലപ്പോൾ ചെറുതായിരിക്കും, കുഴപ്പമില്ല, അവിടെ ഒട്ടിച്ചാൽ മതി. മനസ്സിലായോ? അത് ചില വർഷങ്ങളിൽ ചില സമയങ്ങളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, സാർ ഈ കോളത്തിനകത്ത് ഈ ഫോട്ടോ കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ കോളം വലുതായിരിക്കും, നമ്മൾ ഫോട്ടോ ഒട്ടിച്ചു കഴിഞ്ഞാലും കോളത്തിനപ്പുറത്ത് സൈസ് ഉണ്ടാവും. പേടിക്കണ്ട, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സെയിം ഫോട്ടോ ആവോ, ഫോട്ടോ കൊണ്ട് പോകുക, അവരാകെ നമ്മൾ ഫോട്ടോ കൊണ്ട് വരുന്നുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ നോക്കുള്ളൂ. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ തമ്പ് ഇംപ്രഷൻ വെക്കാനുണ്ട്. തമ്പ് ഇംപ്രഷൻ നമ്മൾ വീട്ടിൽ നിന്ന് വെച്ചിട്ട് പോകേണ്ടി വരും. യൂഷ്വലി തമ്പ് ഇംപ്രഷൻ നമ്മൾ വെക്കേണ്ടി വരും. പേരന്റിന്റെ സിഗ്നേച്ചർ ഉണ്ടെങ്കിൽ, പേരന്റിന്റെ സിഗ്നേച്ചർ ഇടാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ പേരന്റിന്റെ സിഗ്നേച്ചറും കൂടി നമ്മൾ അവിടെ ഇടേണ്ടി വരും. സിഗ്നേച്ചർ ഇടാനുണ്ടെങ്കിൽ കേട്ടോ, യൂഷ്വലി ഉണ്ടാവാറില്ല. ഉണ്ടെങ്കിൽ മാത്രത്തെ കാര്യങ്ങളാണ് നോക്കുന്നുണ്ടാവുക. നാലാമത്തെ കാര്യം, സിഗ്നേച്ചർ ഇടാനുള്ളത്. സിഗ്നേച്ചർ മിക്കവാറും എക്സാം ഹാളിൽ നിന്നായിരിക്കും ഇടേണ്ടത്, എക്സാം ഹാളിൽ നിന്നായിരിക്കും ഉണ്ടാവേണ്ടത്. ഇനി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണോ? അല്ല, ഇത് ഹാൾ ടിക്കറ്റിൽ എഴുതിയിട്ടുണ്ടാവും. പറയണേ, ഈ പറയുന്ന കാര്യങ്ങൾ ഹാൾ ടിക്കറ്റിൽ ഉണ്ടാവും. ഇപ്പൊ സിഗ്നേച്ചറിന് അവിടെ എഴുതിയിട്ടുണ്ടാവും ടു ബി സൈൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻവിജിലേറ്റർ എന്ന് അവിടെ എഴുതിയിട്ടുണ്ടാവും. ഇത് വായിച്ച് മനസ്സിലാവുന്ന ആൾക്കാർക്കാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നീറ്റ് കിട്ടുന്നുണ്ടാവുക. അത്രയല്ലേ ഉള്ളൂ സംഭവം. സൈൻ ഇടാൻ വേണ്ടി പോകുമ്പോൾ ടു ബി സൈൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഇൻവിജിലേറ്റർ, അത് ഇൻവിജിലേറ്റർ മുന്നിൽ നിന്ന് ഇട്ട് വെക്കാൻ മതി, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനി എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പൊ ഹാൾ ടിക്കറ്റിന്റെ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം കൂടി പറയാം. കളർ പ്രിന്റ് ആണെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിന്റ് ആണെങ്കിലും കുഴപ്പമില്ല. മനസ്സിലായോ? എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട പ്രിന്റുകൾ കളർ ആണെങ്കിലും കുഴപ്പമില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും കുഴപ്പമില്ല. അടുത്ത സാധനം, ഫോട്ടോ സെയിം ഫോട്ടോ ആവുക എന്നുള്ളത് നിർബന്ധമാണ്. ആപ്ലിക്കേഷൻ സമയത്ത് കൊടുത്തിട്ടുള്ള ഫോട്ടോ സെയിം ആവുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങളിപ്പോ അന്ന് എടുത്ത ഫോട്ടോ ഏതാണോ, ഇപ്പൊ ഞാൻ പറയാം, ചില ആൾക്കാർ ഇപ്പൊ പഴയ ഒരു ഫോട്ടോ ആണെന്ന് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഇങ്ങനെയാണ് സെയിം ഫോട്ടോ കൊണ്ട് തന്നെ പോവാ. അത്രേ ഉള്ളൂ. അവർ റിസൾട്ട് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊന്നും അല്ല, നിങ്ങൾ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലം എടുത്ത ഫോട്ടോയാണ് ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ സെയിം ഫോട്ടോ ഒട്ടിക്കുക. വേർഡ് ഈസ് വെരി വെരി സിമ്പിൾ. സെയിം ഫോട്ടോ നിങ്ങൾ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ച് സെയിം ഫോട്ടോ കൊണ്ടുപോവാ. ഒരു പാസ്പോർട്ട് സൈസും വേണം, ഒരു പോസ്റ്റ് കാർഡ് സൈസും വേണം. അതിനകത്ത് പേര്, ഡേറ്റ് ഓഫ് ബർത്ത് പോലെയുള്ള കാര്യങ്ങൾ വേണമെന്നോ വേണ്ടെന്നോ NTA ഭാഗത്ത് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഇല്ല. നിങ്ങൾ കൊണ്ടുപോകുന്ന ഒട്ടിക്കുന്ന ഫോട്ടോയിൽ പേരുണ്ടെങ്കിലും ഡേറ്റ് ഉണ്ടെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിലും, പേരില്ലെങ്കിലും ഡേറ്റ് ഇല്ലെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ക്ലിയർ ആണല്ലോ? തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് പോകാൻ വേണ്ടി പറ്റും. സിഗ്നേച്ചർ യൂഷ്വലി എക്സാം ഹാളിൽ ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ നിന്നാണ്. അത് അവിടെ കോളത്തിൽ വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് നോക്കിയിട്ട് മാത്രം പോകാന്നുള്ളതാണ് കാര്യം.
കിട്ടിയെന്നുണ്ടോ? ഇനി എക്സാം ഹാളിലേക്ക് പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയാം. ഒരു സാധനം നിർബന്ധമായിട്ടും ഈ ഹാൾ ടിക്കറ്റാണ്. അപ്പൊ ഹാൾ ടിക്കറ്റിൽ എന്തൊക്കെ വേണം? ഹാൾ ടിക്കറ്റിൽ പാസ്പോർട്ട് സൈസ് വേണം, പോസ്റ്റ് വേണം. ഇനി ഇതിന്റെ കൂട്ടത്തിൽ ഹാൾ ടിക്കറ്റിന്റെ കൂടെ നമ്മുടെ ID കാർഡ് വേണം. ID കാർഡ് യൂഷ്വലി ആധാർ കാർഡ് കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഫോട്ടോ പതിപ്പിച്ച ഏതെങ്കിലും ID കാർഡ് മതി. ഹാൾ ടിക്കറ്റിന്റെ കൂടെ തന്നെ മൾട്ടിപ്പിൾ ID കാർഡിന്റെ ഓപ്ഷൻ പറയുന്നുണ്ടാവും. പാസ്പോർട്ട് കൊണ്ടുപോകാം, അല്ലെങ്കിൽ ബാങ്ക് പാസ്ബുക്ക് കൊണ്ടുപോകാം, പാൻ കാർഡ് കൊണ്ടുപോകാം, ഇലക്ട്രൽ ID കൊണ്ടുപോകാം, സ്കൂൾ ID കാർഡ് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ID കാർഡുകൾ പറയാറുണ്ട്. ഏതെങ്കിലും ID കാർഡ് വേണം. ID കാർഡ് എങ്ങനത്തെ ID കാർഡ് ആയിരിക്കണം? ID കാർഡ് ഷുഡ് ബി ഒറിജിനൽ ID കാർഡ് വേണം കൊണ്ടുപോകാൻ. ഫോട്ടോസ്റ്റാറ്റ് കൊണ്ട് പോയിട്ട് കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം. ആധാർ കാർഡ് ഒറിജിനൽ ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ആധാർ കാർഡ് ആണെങ്കിലും കുഴപ്പമുണ്ടാവില്ല, അത് കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര നിർബന്ധം. ഇപ്പൊ ഹാൾ ടിക്കറ്റ്, ID കാർഡ് കൂടെ കൊണ്ടുപോകേണ്ട വേറൊരു നിർബന്ധമുള്ളൊരു കാര്യം യൂഷ്വലി കഴിഞ്ഞ വർഷമൊക്കെ ഉണ്ടായിരുന്നു, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊണ്ടുപോകണം. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ അത് അഡീഷൻ ടു നമ്മൾ ഒട്ടിച്ച ഫോട്ടോ അല്ല, ഒട്ടിച്ച ഫോട്ടോന്റെ പുറമെയാണ്. ഹാൾ ടിക്കറ്റിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്, അതല്ലാത്ത വേറൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഒരാൾ അങ്ങോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അയാളെ പരീക്ഷ എഴുതിപ്പിക്കുന്നുള്ള കാര്യം കട്ടായം. ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ദാറ്റ് തിങ്. ഒപ്പീനിയൻ മാറില്ല. സോ ഹാൾ ടിക്കറ്റ്, ID കാർഡ്, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ഇത്രയും കൊണ്ടുപോകുക. ഹാൾ ടിക്കറ്റിനകത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോയും ഒട്ടിക്കുക. പേര് വേണം, ഡേറ്റ് ഓഫ് ബർത്ത് വേണം, ഡേറ്റ് വേണമെന്ന് നിർബന്ധം ഇല്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെയിം ഫോട്ടോ ആവാൻ വേണ്ടി ശ്രദ്ധിക്കുക. സിഗ്നേച്ചർ യൂഷ്വലി എക്സാം ഹാളിൽ നിന്നാണ് ഇടുന്നുണ്ടാവുക. തമ്പ് ഇംപ്രഷൻ വെച്ചിട്ട് മുന്നോട്ട് പോവുക. ഈ കാര്യത്തിൽ ആർക്കും ഡൗട്ടോ കാര്യങ്ങളോ സംഗതികളോ ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്താ ചോദിക്കുന്നുണ്ട്, തമ്പ് ഇംപ്രഷൻ സ്കൂളിൽ നിന്ന് ഇടാൻ വേണ്ടി പറ്റുമോ? യൂഷ്വലി ഇല്ല. തമ്പ് ഇംപ്രഷൻ നമ്മൾ വെച്ചിട്ട് പോകേണ്ട രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. തമ്പ് ഇംപ്രഷൻ നമ്മൾ വെച്ചിട്ട് പോകേണ്ട രൂപത്തിലായിരിക്കും വരുന്നുണ്ടാവുക. അത് അവിടെ എഴുതിയിട്ടുണ്ടാവും. തമ്പ് ഇംപ്രഷന്റെ സമയത്ത് വീട്ടിൽ നിന്ന് വെച്ചിട്ട് വരിക, സിഗ്നേച്ചറിന് അവിടെ എക്സാം ഹാളിൽ നിന്ന് ഇടുക എന്നുള്ളൊരു കാര്യം ആ ഹാൾ ടിക്കറ്റിനകത്ത് എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ചാൽ മതി. ഞാൻ പറയാം, നമ്മൾ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാരാ. ഒരു പേപ്പർ നോക്കി വായിക്കാൻ നമുക്കറിയാം. അതിന് വേണ്ടിയിട്ട് വേറൊരു നീറ്റ് കോച്ചിങ് സെന്ററിലോ ഒരു നീറ്റ് കോച്ചിന്റെ അടുത്തോ ചോദിക്കേണ്ട ആവശ്യം ശരിക്കും നമുക്ക് ഇല്ല എന്നുള്ളതാണ്. തിരക്ക് പിടിക്കാതിരിക്കുക, സാവധാനത്തിൽ മാത്രം ചെയ്താൽ മതി എന്നുള്ള കാര്യമാണ്. ഇനി ദിസ് ഈസ് എ മാറ്റർ ഓഫ് തമ്പ് ഇംപ്രഷൻ, എപ്പോൾ വേണമെങ്കിലും ഇടാനും പറ്റും. ദർ ഈസ് നോ വറീസ് അബൌട്ട് ദാറ്റ് തിങ്. ഭയങ്കര സമാധാനമായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് മാത്രം പോകാൻ നോക്കുക. സോ എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, നിർബന്ധമായിട്ടും കൊണ്ടുപോകേണ്ട കാര്യങ്ങൾ 3 ഒന്ന് ഹാൾ ടിക്കറ്റ് ആണ്, 2 ഒറിജിനൽ ID കാർഡാണ്, 3 ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണ്. ഹാൾ ടിക്കറ്റിനകത്ത് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവണം, ഒരു പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഒട്ടിച്ചിട്ടുണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ കാര്യമുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിൾ ആയിട്ട് കൊണ്ടുപോകാന്നുള്ള. ഓപ്ഷണലി കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ ഓപ്ഷണൽ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും? യു ക്യാൻ ടേക്ക് എ ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ. ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. വാച്ച് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. ആഭരണങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ? കൊണ്ടുപോകാൻ വേണ്ടി പറ്റില്ല. സിമ്പിൾ ആയിട്ടൊരു വാട്ടർ ബോട്ടിൽ. കോവിഡിന്റെ സമയത്ത് വന്ന മാൻഡേറ്റ് ആണ് സാനിറ്റൈസേഷൻ കിറ്റ് വേണമെങ്കിൽ കൊണ്ടുപോകാന്ന് പറയും. പക്ഷെ ഇതിപ്പോൾ കോവിഡ് ഒന്നും അല്ലാത്ത കാരണം വലിയ കുഴപ്പമുണ്ടാവില്ല. നിങ്ങളാരും ഈ സാനിറ്റൈസറും കൊണ്ടല്ല നിങ്ങൾ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. പക്ഷെ കോവിഡിന്റെ സമയത്തൊന്നും ആ മാൻഡേറ്റ് കഴിഞ്ഞ വർഷം വരെ കണ്ടിട്ടുണ്ട്. പേഴ്സണൽ സാനിറ്റൈസേഷൻ കിറ്റ് വേണമെങ്കിൽ കൊണ്ടുവന്ന്, പക്ഷെ അതിലേക്ക് നിൽക്കണ്ട. വേണ്ടി മാത്രം നമ്മൾ കാര്യങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. പോസ്റ്റ് കാർഡ് സൈസ് ഫോട്ടോ ഞാൻ പറഞ്ഞില്ലേ, കളർ ഫോട്ടോ കറക്റ്റ് ഡൗൺലോഡ് പ്രൊഫോമയിലായിരിക്കണം. ഡൗൺലോഡിൽ ഒരു പ്രൊഫോമ ഉണ്ട്, ഇത് ഒട്ടിക്കാനുള്ള സ്ഥലമുണ്ട്. ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ 2 പേജായിട്ടാണ് കിട്ടുക. 2 അല്ല 3 പേജൊക്കെ ഉണ്ടാവും. 3ാമത്തെ പേജിൽ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉണ്ടാവുക. അത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ഇത് ഒട്ടിക്കേണ്ട സ്ഥലത്ത് ഒട്ടിക്കുക എന്നുള്ളതാണ്. പാസ്പോർട്ട് സൈസ് ഫോട്ടോ 2 വേണ്ടി കയ്യിൽ വെക്കേണ്ടി വരും. സെയിം ആസ് ആപ്ലിക്കേഷനുള്ള 2 സാധനം കൊണ്ടുപോകണം. ഒറിജിനൽ ആധാർ, പാന്, വോട്ടേഴ്സ് ID, പാസ്പോർട്ട്, ഇതിലൊന്നും ഡിജിറ്റൽ കോപ്പി മതിയാവില്ല കേട്ടോ. ഒറിജിനൽ സാധനങ്ങൾ വേണ്ടി വരും. ആധാറിന് ആധാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് ചിലപ്പോൾ നമുക്ക് എടുക്കാറുണ്ട് എന്നുള്ളതാണ്. ട്രാൻസ്പെറന്റ് വാട്ടർ ബോട്ടിൽ, വേണമെങ്കിൽ 50 ml സാനിറ്റൈസറിന്റെ കാര്യം വിട്ടുകളഞ്ഞേക്ക്. ഇതൊക്കെയാണ് നമുക്ക് അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഇതല്ലാത്ത വേറൊരു രൂപത്തിലേക്കുള്ള സംഗതികൾ നമ്മൾ എന്ത് ചെയ്യണ്ട, ആലോചിക്കേണ്ട എന്നുള്ളതാണ്. സോ ഇത് നോക്കുക, ഇതാണ് നമ്മൾ കൊണ്ടുപോകേണ്ട സാധനങ്ങൾ. അഡ്മിറ്റ് കാർഡ്, പോസ്റ്റ് കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നുള്ള സാധനങ്ങളൊക്കെയാണ്. പേരന്റിന്റെ സിഗ്നേച്ചർ ഇടാനുണ്ടെങ്കിൽ ഇടുക, ഇല്ലെങ്കിൽ ഇടണ്ട. ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമാണ് ഫൈനൽ കാര്യങ്ങൾ അറിയുന്നുണ്ടാവുക. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് പബ്ലിഷ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ലൈവായിട്ടും മോർണിംഗ് മീറ്റിംഗിലായിട്ടോ ഒക്കെ കൃത്യമായിട്ട് ഇൻഫർമേഷൻസ് തരുന്നുണ്ടാവും.